ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ്. മേടം രാശിയിൽ വരുന്നതായ അശ്വതി നക്ഷത്രക്കാരിലെ രാശ്യാധിപനായിരിക്കുന്നതായ ചൊവ്വ നവംബർ മാസം 13-ാം തീയതി വരെ 3-ാം ഭാവമായിട്ടുള്ള മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാര് ഈ സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട്. പൊതുവെ സത്യസന്ധതയും അഭിമാനശീലവും ഒക്കെ കൂടുതലായിട്ടുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാര്. ദൈനംദിന ജീവിതത്തില് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ ആരെയും ആശ്രയിക്കാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് വിശ്രമമില്ലാതെ ജോലി ചെയ്ത് കുറേ അധിക സമയം ചിന്തിച്ച് പരിശ്രമിക്കുന്നവരും കൂടിയാണ് അശ്വതി നക്ഷത്രക്കാര്. അതുകൊണ്ട് ഈ നവംബർ മാസത്തിൻ്റെ തുടക്കത്തില് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷമേ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാൻ പാടുള്ളൂ. ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷൻ വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വരവിനേക്കാളും കൂടുതലായിട്ടുള്ളതായ ചിലവ് അധികരിച്ച് കാണുന്നുണ്ട്. തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ ഈ സമയത്ത് യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ നോക്കണം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, തൻ്റേതായ ഉത്തരവാദിത്വത്തില് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് തൻ്റെ കൂടെ നിൽക്കുന്നവരെയോ സഹായികളെയോ ഏൽപ്പിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വയ്ക്കാണെങ്കിലോ അഷ്ടമാധിപത്യം കാണുന്നത് കൊണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം യാത്രകൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ. അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ പോലും അടക്കും ചിട്ടയും കൂടുതലായിട്ട് വേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. നവംബർ മാസം 13-ാം തീയതിക്ക് ശേഷം ചൊവ്വ വക്രത്തില് 2-ാം ഭാവമായിട്ടുള്ളതായ ധനസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നതിനാല് ഈ സമയത്ത് ചില കാര്യങ്ങളിലൊക്കെ തന്നെ കുറച്ചൊക്കെ ആശ്വാസം തോന്നുമെങ്കിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നത് ഈ സമയത്തും വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. നിവൃത്തി സ്ഥാനമായിട്ടുള്ള തുലാം രാശിയില് ശുക്രൻ മാളവീയോഗപ്രദനായിട്ടും സ്വക്ഷേത്ര ബലവാനായിട്ടും നിൽക്കുന്ന സമയം കൂടിയാണ് ഈ നവംബർ മാസം 11-ാം തീയതി വരെ. എന്നാലോ അലസ പ്രേക്ഷ്യകാരകനായിട്ടുള്ള ശനിയുടെ ദൃഷ്ടിയും രാഹുവിൻ്റെ ദൃഷ്ടിയും ശയനകളത്രകാരകനായിട്ടുള്ള മാളവ്യയോഗപ്രദനായിട്ട് നിൽക്കുന്ന ശുക്രനിലേക്ക് വരുന്നത് കൊണ്ട് ഫലഭാഗങ്ങളിലെ ശുക്രന് കുറച്ചൊക്കെ മൗഢ്യം കാണുന്നുണ്ട് ഈ സമയത്ത്. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരിലെ ദൈനംദിന ജീവിതത്തിൽ ഈ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളില് കൂടുതലായിട്ടുള്ള ആത്മബന്ധമൊക്കെ കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളില് പെട്ടെന്ന് വരുന്നതായിട്ടുള്ള കോപാധിക്യത്തെ കൊണ്ട് യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും ക്ഷീണാധിക്യവും അലസതയും കാണുന്നുണ്ട് ഈ നവംബർ മാസത്തില്. വിവാഹ സംബന്ധമായിട്ടാണെങ്കിൽ വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വരുന്നതായിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് നവംബർ മാസം 11-ാം തീയതി വരെ കുറച്ചൊക്കെ അനുകൂലതയെ കാണുന്നുണ്ട്. എങ്കിലും
11-ാം തീയതിക്ക് ശേഷം ശുക്രൻ അഷ്ടമഭാവമായിട്ടുള്ളതായ വൃശ്ചികം രാശിയിലേക്ക് വരുന്നത് കൊണ്ട് ഈ സമയത്ത് കുറച്ചൊക്കെ മനസ്സമാധാനക്കുറവും കോപശീലവും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭാഗ്യാധിപതിയും മൂലക്ഷേത്രനാഥനും സർവേശ്വരകാരകനുമായിട്ടുള്ളതായ വ്യാഴം 12-ാം ഭാവമായിട്ടുള്ള മീനം രാശിയില് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് ഈ നവംബർ മാസത്തില്. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാര് ഈ സമയങ്ങളില് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തില്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങളെ കാണുന്നുണ്ട് ഈ നവംബർ മാസത്തില്. എന്നാലോ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്ന സമയം കൂടിയാണ് ഈ നവംബർ മാസത്തില്. ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ്സും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ കാണുന്നത്. വ്യാഴത്തിന് 12-ാം ഭാവാധിപത്യം ഉള്ളത് കൊണ്ട് ഈ സമയത്ത് വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ചു നിൽക്കുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്ക് നഷ്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 4-ാം ഭാവാധിപതിയായിട്ടുള്ള ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തില് ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്ക് അനുകൂലമാണെങ്കിലും മകരം രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ശനീശ്വരന്റെ ദൃഷ്ടി അശ്വതി നക്ഷത്രക്കാരുടെ ജന്മരാശിയിലേക്കും 4-ാം ചന്ദ്രക്ഷേത്രത്തിലേക്കും വരുന്നത് കൊണ്ട് വീട് പണിയുന്നവരിലും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട്. കൂടാതെ വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും ഈ സമയം ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാൻ. പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തില് ദുർഗാ ഭഗവതിക്ക് ദുരിത നിവാരണാർത്ഥമായിട്ട് ഭഗവതി സേവ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മനഃശാന്തിക്കായിക്കൊണ്ട് ഭഗവതിക്ക് ചുറ്റുവിളക്ക് ചെയ്യുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്.